അടിച്ച് കള്ളം പറയാണ്. അവ ഞാൻ പറഞ്ഞു തീർന്നില്ല. എന്തിനാ ഈ കള്ളം പറയുന്നത്? എന്റെ അക്കൗണ്ടിൽ നിന്ന് 50,000 പോയതാ. ഈ സിവിൽ സ്റ്റേഷനിൽ പോയാൽ ആളും ചോദിച്ചാൽ കിട്ടുമല്ലോ. കേളു എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. കലക്ടർക്കാണല്ലോ ഞാൻ ചെക്ക് കൈമാറിയത്. എന്റെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോയതാണല്ലോ ഇത്. കോൺഗ്രസ് MLA പൈസ കൊടുത്തു, ലീഗ് MLA പൈസ കൊടുത്തു, കർണാടക സർക്കാർ 100 വീടിന്റെ പൈസ കൊടുത്തു. ഇവിടെ ഉയരുന്ന ടൗൺഷിപ്പ് ഞങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. സർക്കാർ ടൗൺഷിപ്പ് അതിൽ പിൻബലം കൊടുത്തു ഞങ്ങൾ. അതിന്റെ ഉത്തരവാദിത്തം, അത് നന്നായി നടക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കും. ഇനിയും പോകും, തർക്കം വേണ്ട. അതിനെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്ത് പറയാമെന്ന് വിചാരിക്കേണ്ട. ഒരാരോപണം ഞാൻ മറുപടി ചോദിക്കുകയാണ്. ഒരാളെ കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തി. അപ്പുറത്ത് CK ശശീന്ദ്രൻ, ഇപ്പുറത്ത് റഫീഖ്. എന്താ ചോദിച്ചേ? ആന്ധ്ര സർക്കാർ വലിയൊരു കോടി എനിക്ക് തന്നു, കോടികൾ. ഞാൻ അപ്പം മറുപടി ചോദിച്ചു, തെളിവ് ഹാജരാക്കാൻ. ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. ചോദ്യം ചോദിച്ച് അങ്ങ് പോവുകയാണ്. പിന്നെ മറുപടി ഇല്ല. തെലങ്കാന ചോദ്യം ചോദിച്ചു പോവുകയാണ്. പിന്നെ മറുപടി ഇല്ല. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു. CPM ജില്ലാ സെക്രട്ടറിയും LDF കൺവീനറും ഒരുമിച്ചിരുത്തി നടത്തിയ പത്രസമ്മേളനം. തെലങ്കാന സർക്കാർ എനിക്ക് കോടികൾ തന്നു തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ്. 2, ഞാൻ CMDRFിലേക്ക് പണം കൊടുത്തില്ല, പച്ച നുണ പറഞ്ഞു. ഞാൻ എൽസൺ എസ്റ്റേറ്റിലേക്ക് പോയില്ല എന്ന് പറഞ്ഞ് പച്ച നുണ പറഞ്ഞു. ഒരാളെ തകർക്കാൻ ആസൂത്രിതമായി നുണകളുടെ പെരുമ്പറം മുഴക്കുകയാണ്. പച്ച നുണ. എന്നിട്ട് എന്നെ മൂലക്കിരുത്താം. ഇതാണ് ധാരണ. ആ ഏർപ്പാട് കൽപ്പറ്റയിലെ വറവ് ചട്ടിയിൽ വേവില്ല. കൽപ്പറ്റയിലെ ജനങ്ങൾക്ക് എന്നെ ബോധ്യമുണ്ട്, എനിക്ക് അവരിൽ വിശ്വാസമുണ്ട്. അത് തകർക്കാനുള്ള ഈ ശ്രമം രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടണം. അല്ലാതെ വളഞ്ഞ വഴികളിലൂടെ കള്ളം പറഞ്ഞ് ആളെ തകർക്കാനുള്ള ഗൂഢാലോചനയല്ല വേണ്ടത്. ആസൂത്രിതമായ പൊളിറ്റിക്കൽ കോൺസ്പിറസിയാണ്. ഞാൻ 2 കാര്യത്തിൽ നിയമ നടപടി ആലോചിക്കുകയാണ്. 2 കാര്യത്തിൽ. തെലങ്കാന സർക്കാരിന്റെ കാര്യത്തിലും ഞാൻ CMDRFിലേക്ക് ഫണ്ട് കൊടുത്തില്ല എന്ന കാര്യത്തിലും നിയമ നടപടി ആലോചിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരെ CPM നേതാക്കന്മാരുണ്ടല്ലോ. CPM ജില്ലാ സെക്രട്ടറി പറയട്ടെ. പ്രിയങ്കാ ഗാന്ധി MP എന്ന നിലയിൽ പൈസ കൊടുത്തില്ല, 1 രൂപ പോലും കൊടുത്തില്ല എന്നുള്ള ആരോപണമാണ്. അതിന് മറുപടി MLA പറഞ്ഞില്ല. 1 അതുപോലെ തന്നെ MLA പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് പറഞ്ഞില്ല. അല്ല, ഞാൻ കേൾപ്പിച്ചരാം. ഒരു മിനിറ്റ് നോക്കിട്ടെ സംഘടനകൾ ഈ സ്ഥലം MLA 1 രൂപ കൊടുക്കാൻ തയ്യാറായിരുന്നു കോൺഗ്രസിന്റെ. ഇതെന്താ അർത്ഥം? ഒന്നുകൂടെ ഓണാക്കി തരാം. മൈക്കോണം. സർക്കാർ ജീവനക്കാർ അത് കൊടുക്കരുത് എന്ന് ക്യാമ്പയിൻ നടത്തിയവരാണ്. NGO അസോസിയേഷൻ ഉൾപ്പെടെയുള്ള UDF അനുകൂല സംഘടനകൾ ഈ സ്ഥലം MLA 1 രൂപ കൊടുക്കാൻ തയ്യാറായിരുന്നു കോൺഗ്രസിന്റെ. ഒരു മിനിറ്റ്. അതിന്റെ വ്യാഖ്യാനം കൊള്ളാം. നിങ്ങളെ വ്യാഖ്യാനം പൊതുസമൂഹത്തിന്റെ വ്യാഖ്യാനം വ്യത്യസ്തമുണ്ട്, വ്യത്യാസമുണ്ട്. ഞാൻ ചോദിക്കട്ടെ ഈ കലക്ടറേറ്റിൽ പോയാൽ നിങ്ങള് ഈ ഒരു മിനിറ്റ് പുറത്ത് ചകരി, അകത്ത് ചിരട്ട, അതിനടുത്ത് കാമ്പ്, അതിന്റെ അടുത്ത് വെള്ളം, എന്നിട്ട് അത് തേങ്ങയാണെന്ന് പ്രത്യേകം പറയണ്ടോ? CPM കൺസേൺ MLA 5 പൈസ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ലല്ലോ. അതല്ലേ ചോദ്യം. എന്നിട്ട് ഒരു മറുപടി. ഞാൻ ആന്ധ്ര സർക്കാരിന്റെ നേരെ പോയി ചോദ്യം ചോദിച്ചു പോകലാണോ രാഷ്ട്രീയ നേതാവിന്റെ ഉത്തരവാദിത്തം? പറയണം മറുപടി. ഈ എസ്റ്റേറ്റിലേക്ക് എത്ര തവണ ഞാൻ പോയിട്ടുണ്ട്, എത്ര തവണ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ, അസംബ്ലിയിൽ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. നിനക്ക് കള്ളം പറയാ? നിനക്ക് കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയൊക്കെ ഈ കള്ളം പറയുന്നവരുടെ തൊലി എന്റെ തൊലിയും കൂടി കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല.